ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അപ്പോൾ ഗോബി ഫ്രൈ, കോളിഫ്ലവർ ചില്ലി, ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. കോളിഫ്ലവർ ഇതുപോലെ ചെറിയ ഇതളുകളായിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവർ മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ വരുമ്പോൾ കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. 2-3 മിനിറ്റൊക്കെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്താൽ മതിയാവും. കൂടുതൽ സമയം വേണ്ട. അങ്ങനെ വരുമ്പോൾ ഓവർ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ മതിയാവും. എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഊറ്റിയെടുത്ത് കളയാം. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളം കൂടി കളഞ്ഞെടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, എന്നാലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. മൈദയും കടലമാവൊക്കെ ചേർത്തിട്ട് കോളിഫ്ലവർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഒരു ബാറ്റർ കൂടെ തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അത് ചേർക്കാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ നല്ല കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇത് ഡാർക്ക് സോയാ സോസാണ്, അതുകൊണ്ട് കൂടുതൽ വേണ്ട. പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലോർ കുറച്ച് കൂടുതൽ തന്നെ വേണം. 5-6 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിയിലയും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു 15 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഡാർക്ക് സോയാ സോസ് ചേർത്തത് കൊണ്ട് തന്നെ കളർ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ലൈറ്റ് സോയാ സോസ് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 1-2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ ഗോബി ചില്ലിയുടെയും ഫ്രൈയുടെയും ഒക്കെ റെസിപ്പി വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത സോസുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. എല്ലാ വീടുകളിലും സോസുകൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സോസുകൾ സ്കിപ്പ് ചെയ്യാം. എന്നാലും ടൊമാറ്റോ സോസ് ഒന്ന് ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്